ഇങ്ങനെയാണോടാ ബി എഴുതുന്നേ? അപ്പൊ നിനക്ക് ബി അറിയത്തില്ല, ഡി അറിയത്തില്ല. എനിക്ക് വയ്യ ഇങ്ങനെ നിന്നെ പഠിപ്പിക്കാൻ. ഞാൻ എത്ര തവണ പറഞ്ഞു തന്നതാ, അതങ്ങനെ എഴുതാൻ പറഞ്ഞാൽ എഴുതത്തില്ല. 50 തവണ എഴുത്. 50 തവണ നീ ബി മാത്രം എഴുതിട്ട് അവിടെ നിന്ന് എഴുതാച്ചാ മതി. ഗോഡ് ഫാദറിൽ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലാണോ നിങ്ങൾ കുഞ്ഞുങ്ങളെ എഴുതാൻ ഇരുത്തുന്നത്? കുഞ്ഞുങ്ങളെ എഴുതി തുടങ്ങുമ്പോഴേ ആദ്യമൊക്കെ അവർ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ അവരുടെ കൈ അവർ പെൻസിൽ പിടിച്ച് അവരെഴുതുന്നു. ആദ്യം വര വരയ്ക്കുന്നു, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്കൂളുകളിൽ ആദ്യം പഠിപ്പിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ആ അക്ഷരങ്ങളിലേക്ക് നമ്മൾ എളുപ്പത്തിൽ ഇപ്പം ABCD മുറയ്ക്കല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ആ സ്റ്റാൻഡിങ് ലൈൻ വെച്ചിട്ട് എളുപ്പമുള്ള അക്ഷരങ്ങൾ നോക്കി സിയും അങ്ങനെയൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുക. ഒടുവിൽ ഇവർ എഴുതി തുടങ്ങുമ്പം വരിവരിയായിട്ട് താഴെ വരെ ABCD എഴുതി വന്ന് ഒരു 10 ലെറ്ററൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ഇവർക്ക് ആദ്യത്തെ ലെറ്റർ കൺഫ്യൂഷൻ വരുന്നത്. അപ്പം ആദ്യമൊക്കെ മര്യാദക്ക് പിള്ളേർ എഴുതുമെങ്കിലും പിന്നീട് അങ്ങോട്ട് അവർക്ക് പല ലെറ്റേഴ്സ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. BDP Q ഇതൊക്കെ തമ്മിൽ എന്തോ വ്യത്യാസം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൻ്റെ കൂടെ തന്നെ നമ്പേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോഴോ 9 പോലെ തന്നെയാണോ, P പോലെ തന്നെയാണോ, Q പോലെ തന്നെയാണോ, B പോലെ തന്നെയാണോ, D പോലെ തന്നെയാണോ? കൺഫ്യൂഷൻ ആയില്ലേ? അപ്പോൾ ഇത് ആദ്യമായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ കാര്യം ആലോചിച്ച് നോക്ക്. അതിന് പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ പോയതിൻ്റെ ചരിത്രവും ആശാട്ടി ചെയ്തിരുന്ന പോലെ നല്ല അടിയും പൊട്ടീരും 50 തവണ എഴുതും എംബോസിഷനും ഒന്നും അല്ല വേണ്ടത്. അവരിത് കണ്ട് എക്സ്പോസ്ഡ് ആയി അവരിത് പഠിച്ചോളും. ആദ്യം നമുക്ക് വേണ്ടത് എന്തുവാ? കുറച്ച് പേഷ്യൻസ് ആണ്. നമ്മളൊരു സമാധാനത്തോടെ ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഈ കുട്ടികൾ നമ്മുടെ കൂടെ എഴുതാനിരിക്കും. നമ്മൾ ആദ്യം തന്നെ വിചാരിക്കേണ്ട ഒരു കാര്യം എന്നാ, ഈ എഴുതേണ്ട പ്രവൃത്തി അവർ എത്രയോ കാലം ഇനി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആദ്യം തന്നെ അത് വെറുപ്പിച്ച് കുളവാക്കി കൈ കൊടുക്കരുത്. നമ്മൾ ഈ എഴുതി അങ്ങ് തറവായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൂലം അവരങ്ങ് കറക്റ്റായിട്ട് എഴുതി കളയുന്നൊന്നും വിചാരിക്കരുത്. അവർക്കത് കുറച്ച് നാളെടുക്കും. ഇതെന്താണെന്നറിയാമോ? നമ്മൾ ഈ പല ലെറ്റേഴ്സും പല ലാംഗ്വേജ്, അതായത് മലയാളം പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, നമ്പേഴ്സ് പഠിക്കുന്നു, ഇതെല്ലാം കൂടെ തമ്മിൽ പിള്ളേർക്ക് കൺഫ്യൂഷൻ ആവുന്ന. അതിനാദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യം A എഴുതുക, B എഴുതുക. നീ എഴുതിക്കോ, A to Z എനിക്ക് ഇപ്പം തന്നെ എഴുതി കാണണം. അങ്ങനെ പറഞ്ഞ് അവരെ എഴുതിക്കാൻ നോക്കല്ലേ. അവർക്കതൊരു മടുപ്പായിട്ട് തോന്നും. അയ്യോ, ഞാൻ ഇനി A മുതൽ Z വരെ എഴുതണമല്ലോ എന്ന് വിചാരിക്കും. നമുക്ക് അതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ A മുതൽ Z വരെ എഴുതാൻ പറയണ്ട. നമ്മളൊരു തുണ്ട് കടലാസ് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാർട്ട് വെട്ടി കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുണ്ട് കടലാസ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറയാം, ഇതിന് സൈഡിൽ കണ്ടോ, ഇതിന് സൈഡിൽ എനിക്ക് H ഒന്ന് എഴുതി കാണിച്ചേ എന്ന് പറയാം. അപ്പോൾ അവർ H എഴുതി കാണിക്കും. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയെങ്കിൽ പറയാം, സ്മോൾ ലെറ്റർ എങ്ങനെയാന്ന് പറയുമ്പോൾ H എഴുതി. ഓക്കെ, അപ്പോൾ അതാണ് H, മനസ്സിലായി. പിന്നെ അവരത് വരച്ചോട്ടെ. അത് കഴിഞ്ഞ് അവരോട് പറയാം B ഒന്ന് എഴുതിക്കേ. അപ്പോൾ അവർ B എഴുതും. സപ്പോസ് ഈ മിറർ ഇമേജ് പിള്ളേർ കുഞ്ഞുങ്ങൾ അക്ഷരങ്ങളുടെ എഴുതാന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിട്ടൊരു കാര്യമാണ്. എൻ്റെ കൊച്ചിന് മാത്രം എന്തോ പ്രശ്നമുണ്ട്, ഉടൻ തന്നെ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കണമെന്ന് ഉള്ള ആശങ്കയൊന്നും വേണ്ട. എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ്. മിറർ ഇമേജ് അവരെഴുതും. ഒരു 1-2 ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേനും പതുക്കെ അത് മാറി ഇല്ലാതായിക്കോളും. അതുകൊണ്ട് B എഴുതുമ്പോൾ എപ്പോഴും മിറർ ഇമേജ് എഴുതാൻ സാധ്യതയുള്ളൊരു ലെറ്ററാണ് B. B എഴുതുമ്പോൾ തിരിഞ്ഞു പോയി എന്ന് നോക്കുക. സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ അത് സ്മോൾ ലെറ്റർ D ആയി പോയി എന്ന് നോക്കുക. അയ്യോ, അത് തിരിഞ്ഞു പോയല്ലോ, അത് B ആയിരുന്നേ. B എന്താ ചെയ്യുന്നേ? B CA നോക്കിയായിരിക്കുന്നത്. അപ്പം നമ്മൾ ABCD ഒന്ന് നിരത്തി എഴുതുവാണെങ്കിൽ CAലോട്ട് നോക്കി B ഇരിക്കണമെങ്കിൽ B എന്ത് ചെയ്യണം? B CAലോട്ട് നോക്കി ഇരിക്കണം. D ആണെങ്കിലോ C അല്ലേ ഈ ബിയുടെ ഡിയുടെ ഇടയിൽ, ഡിയും CA നോക്കിയായിരിക്കുന്നത്. അപ്പം B നമ്മൾ അടുത്തടുത്ത് എഴുതുമ്പോൾ ഓർക്കുക, B കഴിഞ്ഞല്ലേ C വരുന്നത്. അപ്പം CA നോക്കി B ഇരിക്കണം. C കഴിഞ്ഞ D വരുന്നത് CA നോക്കി D ഇരിക്കണം. തെറ്റിപ്പോവാതിരിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ എഴുതി കാണിക്കുക, നമ്മൾ എഴുതി കാണിക്കുക. B എഴുതുക, C എഴുതുക, D എഴുതുക. C നടുക്ക് വരുമ്പോൾ B CA നോക്കിയിരിക്കുന്നു, D CA നോക്കിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്ക് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതവരെ ഉറപ്പിക്കണം. പിന്നെ അവരെ അക്ഷരങ്ങൾ എഴുതാനായിട്ട് അവരെ ഇങ്ങനെ നിർബന്ധിച്ച് 10 തവണ 50 തവണയൊക്കെ എഴുതുന്നതിന് പകരം എന്തിനാണെന്ന് അറിയാമോ? സ്വന്തം പേരെഴുതാൻ പഠിപ്പിക്കുക. സ്വന്തം പേരെഴുതുക. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ സാവനെന്നോ പീലിന്നോ എഴുതുമെങ്കിൽ അത്രയും അക്ഷരം അവർ എഴുതുകയാണേ, അത്രയും അക്ഷരം അവർ എഴുതി പഠിക്കുകയാണ്. സ്വന്തം പേരിൻ്റെ ലെറ്റേഴ്സ് തെറ്റിപ്പോകാതെ. ഇപ്പം S തിരിഞ്ഞു പോകുന്നൊരു ലെറ്ററാണ്. അപ്പം സാവൻ S എന്ന് എഴുതുമ്പോൾ തിരിഞ്ഞു പോകുമായിരുന്നു. എപ്പോഴും അവൻ്റെ സ്വന്തം പേര് എഴുതുമ്പോഴത്തേന് S തിരിഞ്ഞ് എഴുതുമായിരുന്നു. എൻ്റെ സ്വന്തം പേരാണ്, അത് എഴുതുമ്പോൾ തെറ്റിപ്പോകലെന്ന് പറഞ്ഞ് ആ S മനസ്സ് നോക്കി എഴുതണം. സാവൻ എഴുതിൻ്റെ ബാക്കി ആവൻ എന്നുള്ളതിനെ നോക്കിയാണ് S ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അവനങ്ങനെ തറവാക്കാൻ പറ്റും.
പിന്നെ ഒരിത്, ഈ പെൻസിൽ, ഈ ഇറേസർ, ഈ നോട്ട്ബുക്കും തന്നെ കണ്ട് പിള്ളേർ ചിലപ്പോൾ മടുക്കുന്നുണ്ടാവും. രണ്ടൊന്ന് ഗ്ലിറ്റർ പെന്നോ അല്ലെങ്കിൽ ഒരു പെയിന്റിങ് കിറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വെച്ച് അവർ അക്ഷരം എഴുതട്ടെ. അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൊണ്ടുപോകും, അവിടെ പോയി മണലിൽ ഈ ടെക്സ്ചറിൽ പിള്ളേർ എഴുതുന്നത് അവരത് ആ അക്ഷരങ്ങൾ ഓർത്തിരിക്കാണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ നമ്മൾ ഇപ്പോഴും ഹരീശ്വര എഴുതുന്ന ഇവിടെ മണ്ണിലല്ലേ, അതിൽ എഴുതുമ്പോഴത്തേനും അവർക്ക് കുറച്ചുകൂടെ ടെക്സ്ചറിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ അവരുടെ ഹൃദയസ്ഥമാക്കാൻ അത് നല്ലതാണ്. ബീച്ചിൽ കൊണ്ടുപോയി അവിടെ പോയി ഈ നമ്മൾ എഴുതിക്കുമ്പോൾ A to Z എഴുതണമെന്ന് നിർബന്ധം പിടിക്കരുത്. 1-2 ലെറ്റേഴ്സ് അവിടെ എഴുതി നോക്കുക, പിന്നെ 1-2 നമ്പേഴ്സ് അവിടെ എഴുതി നോക്കുക, മാറി മാറി തിരിഞ്ഞുമൊക്കെ എല്ലാ ലെറ്റേഴ്സും എഴുതിക്കുക. അതിൻ്റെ ഓർഡറിലൊന്നും എഴുതണ്ട, എല്ലാം ഇവർക്ക് അറിയാമോ എന്ന് അറിഞ്ഞാൽ മതി. നമുക്കിത് ഇവർക്ക് പഠിച്ചാൽ മതിയല്ലോ. ഇവരിങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മൊത്തം എഴുതി തീർക്കണം എന്നുള്ള വാശിയൊന്നും വേണ്ട. ഇവർ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഗ്ലിറ്റർ പെൻ വാങ്ങിച്ചു കൊടുക്കുക, നമ്മൾ വലുതായിട്ടൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് അത് കളർ ചെയ്യാൻ പറയുക, അതിന് ഓരോ കളർ ഏതാണെന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ കളർ ചെയ്യുക. അങ്ങനെ പല വേസും ഉണ്ട് പിള്ളേരെ കൊണ്ട് എഴുതിക്കേണ്ട. അത് കൂടുതൽ രസകരമാക്കി മാറ്റുക. പിന്നെ ഈ ലെറ്റേഴ്സ് കൂടുതൽ മനസ്സിൽ പതിയാനായിട്ടും ഒപ്പം തന്നെ തിരിഞ്ഞു പോകുന്നത് മാറ്റാനായിട്ടൊക്കെ ഉള്ളൊരു മാർഗ്ഗം അതിന് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇവരെ നോക്കിയാൽ അവർ ആ ലെറ്റേഴ്സ് കാണണം, അപ്പം അവരെ ഉള്ളിൽ അതിങ്ങനെ അറിയാതെ വന്നോളും. അതിനെന്താ ചെയ്യേണ്ടേ, അക്ഷരമാല ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും വാങ്ങിച്ച് ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. കുറച്ച് പെയിൻറ്റ് പൊക്കോട്ടെ, ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അവർക്ക് അവരെപ്പോഴും നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ മുറിയിൽ ഇത് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അവരതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കട്ടെ. ഈ വാക്കുകൾ, ഓരോ അക്ഷരങ്ങൾ, ഒരു മലയാള അക്ഷരവും അവർ പഠിക്കുന്നതനുസരിച്ച് അത് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുക. അതിൽ ടീച്ചർ പറഞ്ഞു കൊടുത്ത വാക്കുകൾ പറയുക, അക്ഷരമാലയുള്ള വാക്കുകൾ നോക്കുക, കൂടുതൽ വാക്കുകൾ സംസാരിക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുക. അങ്ങനെ ഇതിങ്ങനെ നമ്മൾ മറ്റേ വടിയും പിടിച്ചിട്ട് ഇരിക്കേണ്ട ഒരു പ്രവൃത്തിയാക്കി എഴുത്തിനെ മാറ്റരുത്. എത്രയോ കാലം അവർക്ക് എഴുതാനുള്ളതാണ്, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ എഴുതുന്ന ഒരു ഇഷ്ടമുള്ള കാര്യമാക്കി മാറ്റണം. തന്നെത്താനെ എഴുതാൻ പറ്റുക. അപ്പം ഒരു കാര്യം എഴുതാൻ പറ്റുന്നില്ല, ഞാൻ കുത്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കുത്തിട്ട് കൊടുക്കുക. ഓൾറെഡി പഠിച്ച ലെറ്റർ ആയിരിക്കും, 2 കുത്തിട്ട് കൊടുക്കുന്നേ, നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? അങ്ങ് കൊട്, അവരെന്നാ കുത്തിക്കൂടെന്ന് എഴുതട്ടെ. അപ്പോൾ ഒരു രസമല്ലേ. അത് കഴിഞ്ഞ് വേണേൽ കുത്തില്ലാതെ എഴുതാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ എന്തിനും ഏതിനും അങ്ങ് കൂടുതൽ സ്ട്രിക്റ്റായി വടിയും കൊണ്ടിരുന്ന് ട്യൂഷന് വിടുന്നതിനെ പറ്റി ചിന്തിച്ച് അങ്ങനെ സംഭവം കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അവരെഴുതിക്കോളും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ LKG-യിലും ഈ UKG-യിലും 1ാം ക്ലാസ്സിലും എല്ലാം ഈ സെയിം ലെറ്റേഴ്സ് പിന്നെയും പഠിപ്പിക്കും. നമ്മളത് എത്രത്തോളം അവർക്ക് ഹൃദയസ്ഥമായി അവരുടെ മനസ്സിൽ അത് പതിയുന്നോ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നീട് അങ്ങോട്ട്. അപ്പം നമ്മളത് അവർ വെറുത്ത് പഠിക്കരുത്, അവർ ഇഷ്ടത്തോടെ പഠിച്ചോട്ടെ. നമ്പേഴ്സ് ആണെങ്കിലും അക്ഷരങ്ങളാണെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ. പിന്നെ ഇത് ഓർത്തിരിക്കാണ്ട് വേറൊരു മാർഗ്ഗം, കുഞ്ഞു പേപ്പേഴ്സ്, ചാർട്ട് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് അതിൽ ഓരോരോ ലെറ്റേഴ്സായിട്ട് ഇവരെ കൊണ്ട് തന്നെ എഴുതിക്കുക. എന്നിട്ട് അവിടെ എവിടെ ഡ്രോയിലും അവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. ആ ഒട്ടിച്ച ഡ്രോ, അല്ലെങ്കിൽ B ഒട്ടിച്ച ഡ്രോ, അല്ലെങ്കിൽ മാ ഒട്ടിച്ച ഡ്രോ. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സാ എഴുതി ഒട്ടിച്ചതിൻ്റെ അടുത്ത് എന്നൊക്കെ പറയരുതോ. അപ്പോൾ കുഞ്ഞു പേപ്പറിന് ഇങ്ങനെ വെട്ടി അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെയും എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നം നമുക്ക് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് അരിയോ റവയോ ഒക്കെ ഇട്ടിട്ട് പ്ലേറ്റിനകത്ത് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിനകത്ത് എഴുതിക്കുക. അതൊരു ആക്ടിവിറ്റി, ഫൺ ആക്ടിവിറ്റിയായി കുഞ്ഞുങ്ങൾക്ക് അത് മാറും. ഇങ്ങനെ പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ ഈ തലയൊന്ന് പുകച്ച് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ ആ പഴയ രീതിക്ക് മറ്റേ ഇരട്ടവര അല്ലെങ്കിൽ 4 ലൈൻ ബുക്ക് വാങ്ങിച്ച് വെച്ച് ഡ്രോ ചെയ്ത് വരച്ച് വെച്ച് എഴുതങ്ങോട്ട് താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാണ് എഴുതാൻ. അതിലൊരു രസമില്ല അല്ലേ, നമുക്ക് പോലും എഴുതാൻ പറ്റില്ല. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ A to Z എഴുതുന്നതിന് പകരമായിട്ട് ഓരോരോ ലെറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പറയാം. അത് അവരെഴുതട്ടെ. അതവർ തെറ്റിക്കുവാണെങ്കിൽ വീണ്ടും വലുതായിട്ട് എഴുതി കൊടുത്തിട്ട് അത് കളർ ചെയ്യാൻ പറയാം. അപ്പം അത് ആ ഇമേജ് അവരുടെ മനസ്സിൽ പതിയട്ടെ, അതൊരു ചിത്രം പോലെ അവർ വരച്ച് പഠിക്കട്ടെ. അതാണ് എഴുതാനുള്ള മാർഗം. നമ്മൾ ഓർക്കുക, കുഞ്ഞു ആവകളാണ്. മലയാളവും ഇംഗ്ലീഷും കണക്കും ഹിന്ദിയും എല്ലാം സൈമൾട്ടേനിയസ്ലി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പലതും നമുക്ക് സെയിം ആയിട്ട് തോന്നും. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, BA, PA, QA, 9 ഇതെല്ലാം ഒന്നല്ലേ. അപ്പോൾ അതൊക്കെ അവർക്ക് തരംതിരിച്ച് പഠിക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും. ആ സമയം അവർക്ക് കൊടുക്കണം. ആ സമയം കൊടുക്കുമ്പോഴത്തേനും നമ്മൾ വഴക്ക് പറഞ്ഞും കണ്ണുരുട്ടിയുമൊക്കെ അവരെ വെറുപ്പിക്കാതെ, ശരിയാണല്ലോ ഒരേപോലെ ഇരിക്കുന്നല്ലേ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, P ഇങ്ങോട്ടാണ്, 9 അങ്ങോട്ടാണ്, അപ്പം അത് അടുത്തടുത്ത് എഴുതി കാണിക്കുക. ഇതാണ് Pക്ക് റെഡ് കളർ കൊടുക്കൂ, 9ന് ബ്ലൂ കളർ കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് കുറച്ചും കൂടെ കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് ആക്കി അവരുടെ മനസ്സിൽ ഉറച്ചു കൊടുക്കണം. അതാണ് മാർഗം, കണ്ണുരുട്ടലല്ല.